ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 81 ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. മിക്സ് ചെയ്തിട്ട് പ്രിലിംസ് LGSന് വരാൻ സാധ്യതയുള്ള മികച്ച ചോദ്യങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. കേരള ഹൈക്കോടതി ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ആദ്യ ചീഫ് ജസ്റ്റിസ്. ആൻസർ KT കോശി. രണ്ടാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിനെയാണ് നമ്മൾ കണ്ടത്, KT കോശി. ജീവകം H എന്ന് അറിയപ്പെടുന്നു. ജീവകം H. അപ്പൊ ജീവകം H ഉണ്ട്, വൈറ്റമിൻ G ഉണ്ട്. G എന്ന് പറയുന്നത് B2 ആണ്. ജീവകം H B7 ആണ്. എലിസ ടെസ്റ്റിന് ഉപയോഗിക്കുന്നു, എയ്ഡ്സ് ടെസ്റ്റ് എലിസ. അപ്പൊ വൈറ്റമിൻ B1 ഏത് രോഗത്തിന് കാരണമാകുന്നു? ബെറിബെറി. വൈറ്റമിൻ B3യുടെ അഭാവം എന്തിന് കാരണമാകുന്നു? പെല്ലഗ്ര. B12 സൈനോകൊബാലാമീൻ കൊബാൾട്ട് അടങ്ങിയതാണ്. ഇത് പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന മാരക അനീമിയയ്ക്ക് കാരണമാകുന്നു. B9 ഫോളിക് ആസിഡ് ആണ്. ഇത് ഗർഭിണികൾക്കൊക്കെ നൽകുന്നു, രക്തം കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നൽകുന്നതാണ്. ഇതും അനീമിക്കാണ്. അടുത്തതായിട്ട് ഈ B1 to B9, ഈ B12, ഇതിന്റെയൊക്കെ ശാസ്ത്രീയ നാമങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിന. പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. രക്തത്തില് പ്ലാസ്മയുമുണ്ട്, രക്തകോശങ്ങളുമുണ്ട്. രക്തകോശങ്ങളാണ് RBC, റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണുക്കൾ, WBC, ശ്വേത രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പിന്നെ പ്ലേറ്റ്ലെറ്റ്. പ്ലാസ്മയാണ് രക്തത്തില് ഭൂരിഭാഗവും, 55% പ്ലാസ്മ, ബാക്കി 45% രക്തകോശങ്ങൾ. ഈ പ്ലാസ്മയിൽ തന്നെ 90% വെള്ളമാണ്. പ്ലാസ്മയില് കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്, അതാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇതിൽ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ആൽബുമിനാണ്. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സ സുഹൃതം ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടി. കേരള സർക്കാർ സൗജന്യ ക്യാൻസർ ചികിത്സ സുഹൃതം പദ്ധതി ബ്രാൻഡ് അംബാസിഡർ. ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം. വനം ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിനാണ്. വനം ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ മിസോറാമിനാണ്. വനം ഏറ്റവും കൂടിയ ഒന്നാമത്തെ സംസ്ഥാനം മധ്യപ്രദേശ്, രണ്ടാമത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. വനം ഏറ്റവും കുറവാണ് ഇവിടെ ചോദ്യം. ഏറ്റവും കുറവ് ഹരിയാന. ശതമാനത്തിൽ വനം കുറവ്, അതും ഹരിയാന. ഞെള്ളാണി ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്? ഞെള്ളാനി ഏലം. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തില് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ചേരുംപടി ചേർക്കുക. കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ചേരുംപടി ചേർക്കുക. കാപ്പി, റബ്ബർ, പുൽത്തൈലം, ഓടക്കാലി. ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിരുന്നു ഓടക്കാലി, പുൽത്തൈലം. അപ്പൊ C എന്ന് പറയുന്നത് 2 ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. നമ്മൾ എലിമിനേഷൻ ബാക്കി രണ്ടും വെട്ടി. എന്തെങ്കിലും ഒന്ന് ശരിയാന്നറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തെറ്റാന്നറിയണം. ഇനി നമ്മള് കാപ്പി അറിയാമോ, കശുവണ്ടി അറിയാമോ, റബ്ബർ അറിയാമോ, എന്തെങ്കിലും അറിയാമെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താം. ചുണ്ടിൽ കാപ്പി എന്നാണ് നമ്മൾ പഠിക്കുന്ന കോഡ്. ചുണ്ടിൽ കാപ്പി. വയനാട് ചുണ്ടേൽ കാപ്പി. A4 ആണ്. A4 ആയിട്ടുള്ളത് ഇത് രണ്ടില്, ഇതിന് മാത്രമല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടി. ബാക്കി രണ്ടും അറിയത്തില്ലേലും ആൻസർ കിട്ടിക്കഴിഞ്ഞു. B റബ്ബർ കോട്ടയമാണ്. കശുവണ്ടി ആനക്കയമാണ്. അടുത്ത ചോദ്യവും സ്റ്റേറ്റ്മെന്റ് രീതിയിലെ ക്വസ്റ്റ്യൻ ആണ്. ചെവിയില് അസ്ഥികളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് മാലിയസ്. അപ്പൊ മധ്യകർണത്തില് 3 അസ്ഥികളുണ്ട്, മാലേസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. അല്ലെ, മാലേസ് ഉണ്ട്, ഇംഗസ് ഉണ്ട്, സ്റ്റേപ്പിസ് ഉണ്ട്. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്.
ശരിയായതാണ് ചോദിച്ചത്. 4 എന്തായാലും ശരിയല്ലേ? എല്ലാ ഓപ്ഷനിലും 4 ശരിയാന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വായിച്ചു പോലും നോക്കേണ്ട കാര്യമില്ല, ഓപ്ഷൻ എല്ലാം പറഞ്ഞു 4 ശരിയാണ്. ഇനി ചുറ്റികയുടെ ആകൃതിയാണ് മാലിയസ്. മാല ഇങ്ങനെ കഴുത്തില് ചുറ്റിക്കിടക്കുന്നു അല്ലെ, മാല ചുറ്റിക്കിടക്കുന്നു. അപ്പോ ചുറ്റികയുടെ ആകൃതിയാണല്ലോ, ശരിയാണ്. 1, 4 ശരിയാണ്. 1, 4 ശരിയാണ്. അപ്പൊ നമുക്ക് ആകെ ഈ ഓപ്ഷൻ മാത്രം തെറ്റാണ് എന്ന് കിട്ടി, ഒന്നില്ലാത്തത് കൊണ്ട്. കൂടക്കല്ലിന്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് ഇംഗസ്. കൂടക്കല്ലിന്റെ ഷേപ്പാണ് ഇംഗസിന്. രണ്ടും ശരിയാണ്. അപ്പോൾ ഈ ഓപ്ഷന് നമുക്ക് തെറ്റാന്ന് കിട്ടി. ഇനി ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. കുതിര സവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. അപ്പൊ കുതിരയുടെ സ്റ്റെപ്പിന്റെ ആകൃതി സ്റ്റേപ്പിസ്, പാദധാര അല്ലെങ്കിൽ സ്റ്റെപ്പ് ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയായിരുന്നു. ക്ലിയർ ആണ്. അപ്പൊ എലിമിനേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ശരിയാണ് എന്നൊരു ഉത്തരത്തിലേക്ക് കിട്ടി. അർബുദം ബാധിക്കാത്ത അവയവം ഏത്? അപ്പൊ മാലിയസ് എന്ന് പറയുമ്പോൾ ചുറ്റിക, ഇംഗസ് എന്ന് പറഞ്ഞപ്പോൾ കൂടക്കല്ല്, മധ്യകർണം ചെവിക്ക് ബാഹ്യകർണം, മധ്യകർണം, പിന്നെ ആന്തരകർണം ഉണ്ട്. 3 ഭാഗങ്ങളാണ്. അതില് മാലിയസ്, ഇംഗസ്. സ്റ്റേപ്പിസ് എന്ന് പറയുമ്പോൾ മനുഷ്യരിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ്. സ്റ്റേപ്പിസിന്റെ ഷേപ്പ് കുതിരയുടെ സ്റ്റെപ്പ് അല്ലെങ്കിൽ കുതിരയില് പാദം വെക്കുന്ന ആ ഒരു ആകൃതിയാണ്. അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയമാണ്. ഹൃദയം ക്യാൻസർ ബാധിക്കുന്നില്ല. സോപ്പ് ലായനിയിൽ ലിറ്റ്മസിന്റെ നിറം എന്താണ്? സോപ്പ് ലായനിയാണെങ്കിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീല കളറാണ്. നീല കളറാണ് എങ്കിൽ അത് ക്ഷാരഗുണമാണ്. ചുവപ്പ് നിറമാണെങ്കിൽ അത് അമ്ലം അല്ലെങ്കിൽ ആസിഡ് ഗുണമാണ്. ഇനി ഒരു ലിറ്റ്മസ് പേപ്പർ മുക്കി, ഇത് എന്തല്ല, ക്ഷാരവുമല്ല അമ്ലവുമല്ല, എങ്കിൽ ഇതിന്റെ നിറം പർപ്പിൾ കളറായിരിക്കും. ഇത് എക്സാമിന് ചോദിച്ചതാണ്. ഇനി നിങ്ങൾക്ക് ക്ലാസ്സിന് സൗണ്ട് ഓക്കെ ആണെങ്കിൽ സൗണ്ട് ഓക്കെ ആണെന്നൊരു കമന്റ് ചെയ്യണം. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണേ. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഒരേ അറ്റോമിക് നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ, ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾ. ഒരേ അറ്റോമിക് നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ ഉള്ളത് ഐസോടോപ്പാണ്. ഐസോബാർ ഒരേ മാസ് നമ്പർ, വ്യത്യസ്ത അറ്റോമിക് നമ്പർ. ന്യൂട്രോൺ സെയിം, ഐസോട്ടോൺ. രാസോർജം പ്രകാശോർജമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ പെടാത്തതേത്? ഇലക്ട്രിക് ബൾബ് കത്തുന്നു. ഇലക്ട്രിക് ബൾബ് കത്തുന്നതാണ് രാസോർജം പ്രകാശോർജമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന സന്ദർഭം. മെഴുകുതിരി പ്രകാശിക്കുന്നു. മെഴുകുതിരി പ്രകാശിക്കുകയാണ് അല്ലെ. അപ്പോൾ ഇവിടെ രാസോർജമാണ്, അത് എന്താകുന്നു, പ്രകാശോർജമായി മാറും. വിറക് കത്തിക്കും, വിറക് കത്തിക്കുന്നു, അപ്പോഴും പ്രകാശവും കിട്ടും ചൂടും കിട്ടും. ഇനി തീപ്പെട്ടിക്കൊള്ളി കത്തുന്നു, തീപ്പെട്ടിക്കൊള്ളി കത്തുമ്പോഴും പ്രകാശോർജം കിട്ടും. ഇലക്ട്രിക് ബൾബ് കത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വൈദ്യുതോർജം, പ്രകാശോർജവും അതുപോലെ തന്നെ താപോർജവും ഉണ്ടാക്കുന്നു. വൈദ്യുതിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. രാസോർജം കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ പഠിക്കുന്ന സന്ദർഭങ്ങൾ. ഈ രാസോർജം പ്രകാശോർജം പരിവർത്തനം ചെയ്യപ്പെടാത്തത് ഏത്? ചെയ്യപ്പെടുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതി പ്രകാശവും താപവുമായി മാറുന്നു. ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാ? ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? ചലനത്തെ എതിർക്കുന്ന ഒരു ബലം ഘർഷണ ബലം. ചലനത്തെ എതിർക്കുന്നു. പ്രതിരോധ ബലം. സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? സൂര്യന്റെ അരുമയാണ് ശുക്രൻ. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്, വ്യാഴത്തിന്റെ ഉപഗ്രഹം. ഇനി ബുധനും ശുക്രനും ഉപഗ്രഹങ്ങളില്ല. അപ്പോ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡാണ്, വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. ബുധനും ശുക്രനും ഉപഗ്രഹങ്ങളില്ല. നമ്മുടെ ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ദൂരെയുള്ള ഉപഗ്രഹം ഏതാണ്? ദൂരെയുള്ളത് മംഗൾയാനാണ്. മംഗൾയാന് ചൊവ്വയ്ക്ക് വേണ്ടി വിക്ഷേപിച്ചതാണ്. ഇനി അടുത്തത്, ശബ്ദത്തിന്റെ കൂർമ്മത എന്താണ്? ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി.
നീലപ്രകാശം ചുവപ്പ് പ്രകാശം കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന നിറമെന്ത്? അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. ഗാന്ധിജി ഗ്രീൻ ആണ്, റെഡ് രണ്ടാം ഭാര്യ ബ്ലൂ ആണ്. ഇനി കളറ് യെല്ലോ, മജന്ത, സിയാന്. അപ്പോൾ ഗ്രീനും റെഡും ചേരുമ്പോൾ കോമ്പിനേഷൻ യെല്ലോ. ഇനി റെഡും ബ്ലൂവും ചേരുമ്പോൾ നടുക്കിരിക്കുന്ന ആൾ ആരാണ്? മജന്ത. അപ്പൊ ഇവിടെ നീല ചുവപ്പ്, നീല ചുവപ്പ്, നടുക്കിരിക്കുന്ന ആള് മജന്ത. ഹരിത സസ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഭക്ഷ്യശൃംഖല ഏത്? ഹരിത സസ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഭക്ഷ്യശൃംഖലയുടെ പേരാണ് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല. എന്താണ്? ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല. മനുഷ്യനിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ വർഷം? മനുഷ്യനിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെച്ചു 1967ലാണ്. 1967. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം. ഇനി അടുത്തതും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നിർമ്മാണ പ്രക്രിയയും ഉൾപ്രേരകങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെ? ഹേബർ പ്രക്രിയ, സമ്പർക്ക പ്രക്രിയ, വനസ്പതി, മോൺസാൻഡോ പ്രക്രിയ. ഹേബർ പ്രക്രിയക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഹേബർ പ്രക്രിയ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ശരിയായ ജോഡികളാണ് ചോദിച്ചേക്കുന്നത്. ഹേബർ പ്രക്രിയ സ്പോഞ്ചി അയണ. അപ്പോ സമ്പർക്ക പ്രക്രിയ കോണ്ടാക്ട് പ്രോസസ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രോസസ് വനേഡിയം പെന്റോക്സൈഡ്. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. വനസ്പതി നിർമ്മാണം. വനസ്പതി നിർമ്മാണത്തിൽ ഹൈഡ്രജൻ ആണ് ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്. മോൺസാൻഡോ എന്ന് പറയുമ്പോൾ ആസറ്റിക് ആസിഡിന്റെ നിർമ്മാണമാണ്. മോൺസാൻഡോ പ്രക്രിയ എന്ന് വെച്ചാൽ ആസറ്റിക് ആസിഡിന്റെ നിർമ്മാണമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മെഥനോളിനെയാണ്. മെഥനോൾ ആണ് ഉൾപ്രേരകം. അപ്പൊ 1, 2 മാത്രമാണ് ശരി. ഭരണഘടന ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32. BR അംബേദ്കറിന്റെ ഫേവറേറ്റ് വകുപ്പാണ്. ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി ആണ് പ്രായം കൂടിയ പ്രധാനമന്ത്രി. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. രണ്ടാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 11ാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വർഷം? ഇന്ത്യ നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക കടമകൾ 0. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 11ാമത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 2002ലാണ്. PSC ഒരു തവണ ചോദിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമ്മുടെ മൗലിക കടമകളുടെ എണ്ണം എത്ര? കേരള PSCയുടെ ചോദ്യമായിരുന്നു. അപ്പൊ ഉത്തരം 0 എന്നാണ്. ഇനി 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എത്ര മൗലിക കടമകൾ? 10. നിലവിൽ എത്ര എണ്ണം? 11. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുക രൂപം നൽകിയ സ്ഥാപനം താഴെ പറയുന്നവയിൽ ഏതാണ്? സംസ്ഥാനം എന്നുള്ളത് നോക്കുക. ഇത് കേന്ദ്രം എന്നായിരുന്നെങ്കിൽ ഉത്തരം ലോക്പാൽ. സംസ്ഥാനമായതുകൊണ്ട് ലോകായുക്ത. അടുത്തത് ആരാണ്? എന്ന് അനിൽകുമാർ കമന്റ് ചെയ്യുക. അനിൽകുമാർ ആരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ കൻഹ ശാന്തിവനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം? അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമാണ് കൻഹ ശാന്തിവനം. കൻഹ എന്ന് പറയുമ്പോൾ എവിടെയാണ് എന്ന് ഓർക്കുക. ഇത് കൻഹ എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ്. ആൻസർ ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ പ്രോജക്ട് നിലവിൽ വന്ന സംസ്ഥാനം? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ പ്രോജക്ട് നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്താണ്. ദേശീയ ശുചിത്വ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ശുചിത്വ കേന്ദ്രം ആരംഭിച്ചത് രാജ്ഘട്ടിലാണ്. ശുചിത്വ കേന്ദ്രം. റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. കേരളമാണ് ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഉദ്ഘാടനം ചെയ്ത സ്ഥലം? സൂപ്പർ ഫാബ് ലാബ് ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിലാണ്. കൊച്ചി.
ജമ്മു കാശ്മീരിന്റെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണർ 2019 ഒക്ടോബർ പ്രകാരമാണ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരും ലഡാക്കും നിലവിൽ വന്നത്. അപ്പൊ ജമ്മുവിന്റെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് അധികാരമേറ്റത് ഗിരീഷ് ചന്ദ്ര മുർമു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഭാരത് കി ലക്ഷ്മിയുടെ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട നടി ആരാണ്? ഭാരത് കി ലക്ഷ്മി അംബാസിഡർ ഏത് നടിയാണ്? ദീപിക പദുക്കോൺ. ആൻസർ ദീപിക പദുക്കോൺ. 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 6ാമത്തത് SM വിജയാനന്ദായി. ഇപ്പോൾ 7ാമത്തത് KN ഹരിലാൽ ആണ് നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 2023 ONV പുരസ്കാരം നേടിയത് ആരാണ്? ONV പുരസ്കാരം ചോദിക്കുമ്പോൾ ഇത് സാഹിത്യ പുരസ്കാരമാണോ യുവ പുരസ്കാരമാണോ എന്ന് പ്രത്യേകം നോക്കണം. ONV ലിറ്ററസി പുരസ്കാരം സാഹിത്യ പുരസ്കാരവും ONV യുവ പുരസ്കാരവും ഉണ്ട്. രണ്ടും രണ്ടായിട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ആളുകൾ ഉണ്ടാകും. ഇവിടെ ഒരു പേരേ ഉള്ളൂ, ONV പുരസ്കാർ. 2023 ONV പുരസ്കാരം ലഭിച്ചത് C രാധാകൃഷ്ണനാണ്. ആർക്കാണ്? C രാധാകൃഷ്ണനാണ് 2023 ONV പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ ONV ലിറ്ററസി പുരസ്കാരം ആർക്ക് കിട്ടി? 23 C രാധാകൃഷ്ണനാണ് ലഭിച്ചത്. 22 T പത്മനാഭനാണ് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 23 C രാധാകൃഷ്ണൻ, 22 T പത്മനാഭൻ. ഇനി ONVയുടെ യുവ പുരസ്കാരമുണ്ട്, യുവ സാഹിത്യ പുരസ്കാരമുണ്ട്. ഇത് 24 പ്രതിഭ റായ്ക്ക് കിട്ടി. ജ്ഞാനപീഠ അവാർഡ് ജേതാവായ പ്രതിഭ റായ്ക്കാണ് 2024 ONV പുരസ്കാരം ലഭിച്ചത്. 22ലോ? 22 അമൃത ദിനേശിനാണ് ലഭിച്ചത്. അമൃത ദിനേശ്. അപ്പോ യുവ സാഹിത്യ പുരസ്കാരം ONVയുടെ പേരിൽ ആർക്ക് കിട്ടി? ലിറ്ററസി പുരസ്കാരം ആർക്ക് കിട്ടി? രണ്ടും പഠിച്ചില്ലേ? C രാധാകൃഷ്ണൻ, 24 പ്രതിഭ റായ്. ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി എന്താ? ആൻസർ മുറ്റത്തൊരു മീൻതോട്ടം. മുറ്റത്തൊരു മീൻതോട്ടം. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ഏറ്റവും വലുത് ചോദിച്ചാൽ അത് കുത്തുങ്കലാണ്. ആൻസർ കുത്തുങ്കൽ. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? അപ്പോൾ നമ്മുടെ ഭവാനി നദിയിലെ അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത് 3 നദികളാണ്: കബനി, ഭവാനി, പാമ്പാർ. ഈ കബനി നദി ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടിയിൽ നിന്നാണ്. തൊണ്ടാർമുടി. ഭവാനി നദി ഉത്ഭവിക്കുന്നത് നീലഗിരിയാണ്. നീലഗിരി. അപ്പോ ഭവാനി നദി, കബനി നദിയാണ് ഇതിൽ ഏറ്റവും വലുത്. ഏറ്റവും ചെറുത് പാമ്പാറാണ്. തലയാർ എന്നും അറിയപ്പെടുന്നു. കപില എന്നറിയപ്പെടുന്നത് കബനിയാണ്. ഇനി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ഒരു നദി ഒഴുക്ക് വീണ്ടെടുത്തു. കൊടുങ്ങരപ്പള്ളം പുഴയാണ്. ഭവാനിയിലാണ് വന്ന് പതിക്കുന്നത്. കൊടുങ്ങരപ്പള്ളം പുഴ 25 വർഷത്തിന് ശേഷം, 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് ഒഴുക്ക് വീണ്ടെടുക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് ഏതാണ്? ആൻസർ പാമ്പാക്കുടയാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത്. എറണാകുളം ജില്ലയിലാണിത്. ശ്രീമൂലവാസം എന്ന ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന ജില്ല? ആലപ്പുഴ ജില്ലയിലാണ് ശ്രീമൂലവാസം എന്ന ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്തത്. ബറേക്ക ഏത് സ്ഥലത്തിന്റെ പഴയ പേരാ? ബറേക്ക എന്ന് അറിയപ്പെടുന്നത് പുറക്കാട്. ബറേക്ക പുറക്കാട്. ബറേക്ക പുറക്കാട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ 42ാമത്തെ ചോദ്യത്തിലെത്തി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല? ജില്ലയാണ് ചോദിച്ചത്. ശിശു സൗഹൃദ ജില്ല എറണാകുളം. ആൻസർ എറണാകുളം. 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്? ഒരു പഞ്ചായത്ത് 100% സാക്ഷരത നേടി, അത് കരിവെള്ളൂർ പഞ്ചായത്താണ്. കരിവെള്ളൂർ പഞ്ചായത്ത്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള? ബാക്ക് വാട്ടർ ഓഫ് കേരള. അപ്പോ നമ്മുടെ ബാക്ക് വാട്ടർ, അതായത് തണ്ണീർത്തടങ്ങളുടെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലാണ്. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി ഇവിടെയാണ് നടക്കുന്നത്.
ഇവിടെ പനയോലയുടെ ഷേപ്പാണ് ഈ ഒരു കായലിനുള്ളത്. കൊല്ലം ജില്ലയിലാണ്. സംസ്ഥാന രൂപീകരണത്തിന്റെ ഭാഗമായി കേരളത്തോട് കൂട്ടിച്ചേർത്ത താലൂക്ക് ഏതാണ്? 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം ഉടലെടുക്കുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ 5 ജില്ലകൾ ഉണ്ടായിരുന്നു. ഇപ്പോ നമുക്ക് 14 ജില്ലകളുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്ദുർഗ് എന്ന പ്രദേശമാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനും എതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരം ഏതാണ്? ആൻസർ പുന്നപ്ര വയലാർ സമരമാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന് കാണുമ്പോൾ 1946 ആലപ്പുഴ ജില്ല പുന്നപ്ര വയലാർ സമരം. ഇനി ഇത് CP രാമസ്വാമി അയ്യർക്ക് എതിരെ ആയിരുന്നു അല്ലെ? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ CP രാമസ്വാമി അയ്യർക്ക് എതിരെയായിരുന്നു. സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ആലുവയില. സ്വാതന്ത്ര്യത്തിന് ശേഷം ഐക്യ കേരള സമ്മേളനം നടന്നത് ആലുവ. ഇനി നമ്മൾ ഈ ഐക്യ കേരള സമ്മേളനം പറയുമ്പോൾ ആദ്യം പറയുന്നത് തൃശൂർ ജില്ലയിൽ അരങ്ങേറിയതാണ്. കേളപ്പനായിരുന്നു അധ്യക്ഷൻ. 47 കാലഘട്ടം. അത് എപ്പോഴും നമ്മൾ പറയാറുള്ളതാ. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം NSS നായർ സർവീസ് സൊസൈറ്റി ആണ്. അപ്പോ ഇതിന്റെ ആദ്യ സ്കൂള് സ്ഥാപിച്ചത് കറുകാച്ചലിലാണ് സ്കൂള് സ്ഥാപിക്കുന്നത്. ഏത് സ്ഥലത്താണ്? കറുകാച്ചലിലാണ് ഈ ഒരു NSSന്റെ സ്കൂള് ആദ്യമായി സ്ഥാപിക്കുന്നത്. ആൻസർ കറുകാച്ചൽ. ധ്യാന സല്ലാപങ്ങൾ ആരുടെ കൃതിയാണ്? ധ്യാന സല്ലാപങ്ങൾ ചാവറ കുര്യാക്കോസ് ഏലിയാസിന്റെ കൃതിയാണ് ധ്യാന സല്ലാപങ്ങൾ. കുമാരനാശാന്റെ നളിനിക്ക് അവതാരിക എഴുതിയത് ആരാണ്? കുമാരനാശാൻ നളിനി ആരാണ്? AR രാജരാജവർമ്മ. ഇദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് പ്രരോദനം എന്ന കൃതി ആശാൻ രചിച്ചു. സ്വദേശാഭിമാനി കൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം 905-ലാണ് സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിക്കുന്നത്. ആദ്യം ഗോവിന്ദനായിരുന്നു എഡിറ്റർ. പിന്നീട് 906 ആരാകുന്നു? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാകും. 910 സെപ്റ്റംബറിൽ ഇത് കണ്ടുകെട്ടുന്നു, അടച്ചുപൂട്ടുന്നു, അങ്ങനെ നാട് കടത്തപ്പെടുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ. 1915 ദേശാഭിമാനി വാരിക സ്ഥാപിച്ചത് 1915 ദേശാഭിമാനി വാരിക സ്ഥാപിച്ചു TK മാധവൻ. സ്ത്രീകളുടെ തോൽവിറക്ക് സമരം നടന്ന ജില്ല. തോൽവിറക്ക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. വഴിനടക്കൽ സമരം എന്ന് അറിയപ്പെടുന്നു. വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്നത് കൂടംകുളം സമരമാണ്. വഴിനടക്കൽ സമരം. അടുത്ത ചോദ്യം, സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം എന്നാണ് സതി നിർത്തലാക്കിയത്? 1829. രാജാറാം മോഹൻ റോയ് ആണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിർത്തലാക്കുന്നത്. 1829. ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയും ഒപ്പം തീയിൽ ചാടുന്ന പ്രവൃത്തിയായിരുന്നു സതി. അടുത്ത ചോദ്യം, നാഷണൽ ഹെറാൾഡ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? നാഷണൽ ഹെറാൾഡ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു ജവഹർലാൽ നെഹ്റു. പൂന ഉടമ്പടി ഒപ്പുവെച്ച വർഷം? 1932-ലാണ് പൂന ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഗാന്ധിജിക്ക് വേണ്ടി മദൻ മോഹൻ മാളവ്യ ഒപ്പിട്ടു. BR അംബേദ്കർ എന്ത് ചെയ്തു? ഗാന്ധിജിക്ക് വേണ്ടി മദൻ മോഹൻ മാളവ്യയും BR അംബേദ്കറും കൂടിയാണ് പൂന ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഗാന്ധിജി ജയിലിലായിരുന്നു. ബർദോളി സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഏതാണ്? ബർദോളി സത്യാഗ്രഹം ഗുജറാത്തിലാണ് നടന്നത്.
1928 കാലഘട്ടം. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേൽ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു? ലിയോ ടോൾസ്റ്റോയ് ആണ് ആത്മീയ ഗുരു. രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു രാഷ്ട്രീയ ഗുരു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എന്ന 1948 ഓഗസ്റ്റ് 8-നാണ്. 1942 ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് എന്ന് PS ചോദിച്ചാൽ ഓഗസ്റ്റ് 9 തന്നെയാണ്. ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. അരുണ ആസിഫ് അലിയാണ് സമര നായിക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുഴക്കി. ഗാന്ധിജി പ്രക്ഷോഭം സംഘടിപ്പിച്ച അവസാനത്തെ ബഹുജന സമരം കൂടിയാണ് ക്വിറ്റ് ഇന്ത്യ. 1946 ഇടക്കാല മന്ത്രിസഭ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ആരാണ്? ആഭ്യന്തരം സർദാർ വല്ലഭായ് പട്ടേൽ. പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു. ആഭ്യന്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നു. ഇവർ കാരണമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുകയും ഭരണഘടന രൂപീകരിക്കാൻ കാരണമാകുന്നത്. സ്റ്റാഫോർഡ് ക്രിപ്സ്, പത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ 4 പേര് വന്നു. ഇതില് പത്വിക് ലോറൻസ് ആയിരുന്നു ഇതിന്റെ ചെയർമാൻ. ഇനി ഇന്ത്യയിൽ 1942 വന്നത് ക്രിപ്സ് മിഷനാണ്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിത INC പ്രസിഡന്റ്. ഇന്ത്യയിലെ ആദ്യ INC പ്രസിഡന്റ് 2017 ആനി ബസന്റ് ആണ്. ആനി ബസന്റ് പക്ഷേ ഇന്ത്യക്കാരിയല്ല. 1925 ഒരു ഇന്ത്യക്കാരി പ്രസിഡന്റായി സരോജിനി നായിഡു. ഇന്ത്യക്കാരിയായ ആദ്യ പ്രസിഡന്റ് 2025. 1933 നെൽസൺ ഗുപ്തയാണ് ഇന്ത്യയുടെ 3ാമത്തെ വനിതാ INC പ്രസിഡന്റ് ആകുന്നത്. പിന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധിയും അതിനുശേഷം സോണിയ ഗാന്ധി. ഇങ്ങനെ 5 വനിതകളാണ് ഇന്ത്യയുടെ വനിതാ പ്രസിഡന്റുമാർ. ആദ്യമായി പങ്കെടുത്ത വനിതയാണ് ഏത്? പണ്ഡിത രമാഭായ് ആദ്യം പങ്കെടുത്തു. അപ്പൊ ആനി ബസന്റ് ആണ്. കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യ അധ്യക്ഷ. 25 കാൺപൂർ സമ്മേളനം സരോജിനി നായിഡു. നെൽസൺ ഗുപ്ത 3ാമത്തത്, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി. ഏറ്റവും കൂടുതൽ INC പ്രസിഡന്റ് ആയത് സോണിയാഗാന്ധിയാണ്, ഏറ്റവും കൂടുതൽ തവണ. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ INC പ്രസിഡന്റ് ആണ് ഇന്ദിരാഗാന്ധി. ആരാണ്? ഇന്ദിരാഗാന്ധി. 1857 വിപ്ലവത്തിന് മീററ്റിൽ നേതൃത്വം നൽകിയത് ആരാണ്? മീററ്റിൽ നേതൃത്വം കദം സിംഗ് കൊടുത്തു. കദം സിംഗ്. രേണുക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശിലാണ് രേണുക എന്ന തടാകം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാ? ഹിമാചൽ പ്രദേശാണ്. അല്ല, ഡെൽറ്റ ചോദിക്കുമ്പോൾ നമ്മുടെ ഉത്തരം പശ്ചിമ ബംഗാളാണ്. സുന്ദർബൻ ഡെൽറ്റയാണ്. സുന്ദർബൻ ഡെൽറ്റ. സുന്ദരവനം, ഇവിടെ സുന്ദരവനം എന്നുണ്ട്. സുന്ദർബൻ ഡെൽറ്റ, പശ്ചിമ ബംഗാൾ. ഇതാണ് നമ്മളുടെ ഉത്തരം. അപ്പൊ ഇവിടെ ഹിമാചൽ പ്രദേശിലാണ് രേണുക തടാകം. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു. കട്ടക്കിലാണ് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യക്ക് പാകിസ്ഥാൻ ഇടയിൽ അതിർത്തി രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? റെഡ് ക്ലിഫ് ആണ്. ഇന്ത്യ പാകിസ്ഥാൻ ഇടയിലുള്ള അതിർത്തി രേഖ റെഡ് ക്ലിഫ്. KSEB നിലവിൽ വന്ന വർഷം 1957 KSEB നിലവിൽ വന്നത്. തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് രവി നദി. ആൻസർ രവി. ഇന്ത്യയില് കമ്പി തപാൽ അവസാനിപ്പിച്ച വർഷം. കമ്പി തപാൽ അവസാനിപ്പിച്ചത് 2013. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത്? വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് അരുണാചൽ പ്രദേശ്. ആൻസർ അരുണാചൽ പ്രദേശ്. ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗ്യാൻ ഭാരതി. ഗുജറാത്തിലാണ് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തത് വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ്. ലഡാക്കിലെ ജില്ലകളുടെ എണ്ണം. ലഡാക്കിൽ 2 ജില്ലകൾ. ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതിയ ഭാഷ.
ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതിയ ഭാഷ തെലുങ്ക. എന്നാൽ ജനഗണമന ബംഗാൾ ഭാഷ. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ലോക്സഭ 25 വയസ്സാണ്. പ്രധാനമന്ത്രി 25 വയസ്സാണ്. ഗവർണർ 35 വയസ്സാണ്. രാഷ്ട്രപതി 35 വയസ്സാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നു. 2006 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ പുകവലിരഹിത സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യ പുകവലിരഹിത സംസ്ഥാനമാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളുടെ PDF അവൈലബിൾ ആണ്. ഈ കാണുന്ന ടെലിഗ്രാം ചാനലിൽ ലേൺ വിത്ത് റീജ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്യുമ്പോൾ അൺഅക്കാദമി റീജ എന്ന് സെർച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ ടെലിഗ്രാം കിട്ടാറുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, പിൻ ചെയ്ത് വെച്ചേക്കാം ടെലിഗ്രാം. നിങ്ങൾക്ക് ഈ ഒരു ടിക്ക്ഡ് PDF അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എല്ലാ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുക. ONV യുവ സാഹിത്യ പുരസ്കാരം 2024 നേടിയത് ആരാണ്? ഒന്നാമത്തെ ചോദ്യം ഇതാണ്. രണ്ടാമത്തെ ചോദ്യം, സുഹൃതം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസിഡർ എന്ന് പഠിച്ചു. അത് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഈ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആദ്യ ചീഫ് ജസ്റ്റിസ്. ഇനി ഒരു ചോദ്യം, ഏഴാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ പേരെന്ത്? കേരളത്തിന്റെ ഏഴാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ പേര്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.